1986-87 അധ്യയന വർഷം വരെയുള്ള കാലങ്ങളിൽ നിങ്ങൾ പഠിച്ച കേരള പാഠാവലി 4ാം ക്ലാസ്സിലെ കവിതകളെല്ലാം പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ പഴയ ആളുകൾക്ക് ഒരു ഓർമ്മ പുതുക്കലും പുതിയ തലമുറയ്ക്ക് ഒരു പ്രത്യേക അനുഭവവും പ്രദാനം ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് കവിതകളിലേക്ക് കടക്കാം. സമാഹരണം ABV കാവിൽപ്പാട്. ആലാപനം പ്രസന്ന അമൃതലയം. ആദ്യ കവിത കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിതത്തിൽ നിന്നും എടുത്ത വരികൾ. ചിത്തിരമാസം. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസമണഞ്ഞിതു ഭംഗിയിൽ. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസമണഞ്ഞിതു ഭംഗിയിൽ. ആഞ്ഞു തേന്മാവിന്റെ കൊമ്പു കുലകളാൽ ചാഞ്ഞു പഴങ്ങൾ ചുവന്നു ചമഞ്ഞിതു. ആഞ്ഞു തേന്മാവിന്റെ കൊമ്പു കുലകളാൽ ചാഞ്ഞു പഴങ്ങൾ ചുവന്നു ചമഞ്ഞിതു. മഞ്ജുവായി ഞാവൽ മരങ്ങളിൽ കായ്നിരയഞ്ജന കാന്തി കവർന്നു തുടർന്നിതു. മഞ്ജുവായി ഞാവൽ മരങ്ങളിൽ കായ്നിരയഞ്ജന കാന്തി കവർന്നു തുടർന്നിതു. നല്ലോരിലഞ്ഞികൾ പൂത്തൂമണം പേറി മെല്ലെന്നു കാറ്റു ചരിച്ചിതു നീളവേ. നല്ലോരിലഞ്ഞികൾ പൂത്തൂമണം പേറി മെല്ലെന്നു കാറ്റു ചരിച്ചിതു നീളവേ. ചട്ടറ്റ ചാരു പവിഴപ്രഭയാർന്നു മൊട്ട ശോകങ്ങളിലെങ്ങും നിരന്നിതു. ചട്ടറ്റ ചാരു പവിഴപ്രഭയാർന്നു മൊട്ട ശോകങ്ങളിലെങ്ങും നിരന്നിതു. നല്ല തങ്കത്താലിമാല പോൽ തൂങ്ങിതു പുല്ലമാം പൂങ്കുല കൊന്ന മരങ്ങളിൽ. നല്ല തങ്കത്താലിമാല പോൽ തൂങ്ങിതു പുല്ലമാം പൂങ്കുല കൊന്ന മരങ്ങളിൽ. മെത്തും മണമാർന്നു പുന്നയിൽ പൂനിര മുത്തുതൻ ഗുച്ഛങ്ങൾ പോലെ ശോഭിച്ചിതു. മെത്തും മണമാർന്നു പുന്നയിൽ പൂനിര മുത്തുതൻ ഗുച്ഛങ്ങൾ പോലെ ശോഭിച്ചിതു. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസമണഞ്ഞിതു ഭംഗിയിൽ. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസമണഞ്ഞിതു ഭംഗിയിൽ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്ത വരികളാണിത്. ഓമനിക്കുന്ന ഓർമ്മകൾ. ദേവകി ശ്രീകൃഷ്ണനെ പ്രസവിച്ചെന്നേ ഉള്ളൂ. ജനിച്ച അന്ന് മുതൽ ആ കുഞ്ഞിനെ ഓമനിച്ചു വളർത്തിയത് യശോദയും നന്ദനുമാണ്. ശൈശവവും ബാല്യവുമൊക്കെ അവരോടൊത്ത് കഴിഞ്ഞതിൽ പിന്നീട് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചു, യാദവരുടെ രാജാവായി. സംഭവബഹുലമായ വർഷങ്ങൾ പലതു കഴിഞ്ഞു. അക്കാലത്ത് ശ്രീകൃഷ്ണൻ ഒരു തീർത്ഥയാത്ര ചെയ്തു. തീർത്ഥസ്നാനത്തിനെത്തിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു യശോദയും നന്ദനും. എത്രയോ നീണ്ട സംവത്സരങ്ങൾക്കു ശേഷം ആ ദമ്പതികൾ അവരുടെ പൊന്നാര പൈതലായ ഉണ്ണിക്കണ്ണനെ വീണ്ടും കാണുകയാണ്. ദേവകി തന്നെയും പൂണ്ടു നിന്നങ്ങനെ മേവി നിന്നോരു യശോദയപ്പോൾ കണ്ണൻ താൻ വന്നതു കണ്ടോരു നേരത്തു കണ്ണുനീർ വീഴ്ത്തിയാണഞ്ഞു ചെമ്മേ.
കോപിച്ചു പണ്ടു താൻ കോലുമായി ചെല്ലുമ്പോൾ വേപിച്ചു മേവുന്ന മേനി തന്നെ ചാലെ പീഡിച്ചങ്ങു പൂണ്ടു നിന്നിടിനാൾ ബാലനായുള്ള നാളെന്ന പോലെ. പാരിച്ചു നിന്നുള്ള പഴമ ചെയ്കയാൽ പാശത്തെ കൊണ്ടു പീഡിച്ചു കെട്ടി തിണ്ണം വലിച്ചു മുറുക്കി ഞാൻ നിൽക്കയാൽ ഉണ്ണിപ്പൂമേനിയിൽ പുണ്ണില്ലല്ലി എന്നങ്ങു ചൊല്ലിത്താലോടി തുടങ്ങിനാൾ നന്ദജൻ തന്നൂടെ മേനി തന്നെ. എന്മാടി തന്നിൽ ഞാൻ നന്നായി വെച്ചുകൊണ്ടെൻ മകൻ വാഴ്കെന്നു ചൊല്ലുന്നേരം എൻ മുഖം നോക്കിയിട്ടു പുഞ്ചിരി തൂകുന്ന നന്മുഖം കാണട്ടെ എന്നു ചൊല്ലി അമ്മൂഖം തന്നെ നൂകർന്നു തുടങ്ങിനാളമ്മയായുള്ള യശോദയപ്പോൾ. നന്മാധു തൂകി വന്നെന്മാടി തന്നിലായി നന്മൂലയുണ്ടു ചിരിക്കും നേരം തിണ്ണമന്മ മാറിലാലച്ചു നിന്നിടുന്നോരുണ്ണിക്കൈ കാണട്ടെ എന്നു ചൊല്ലി മെല്ലെന്നെടുത്തു പൂണർന്നു നിന്നിടിനാൾ പല്ലവം വെല്ലുന്ന പാണി തന്നെ. എന്നൂടെ ചേലയിൽ ചേറുതേച്ചിടുന്നോരുണ്ണിക്കൽ കാണട്ടെ എന്നു ചൊല്ലി സമ്മോദം പൂണ്ടു മൂകർന്നു നിന്നിടിനാൾ തന്മകൻ തന്നൂടെ പാദങ്ങളെ. എന്നതു കണ്ടോരു നന്ദനും അന്നേരം ചെന്നങ്ങു പൂണ്ടു നിന്നായ വണ്ണം ചിത്തം തെളിഞ്ഞു പറഞ്ഞു നിന്നിടിനാൻ പുത്രനെ കണ്ടുള്ള സന്തോഷത്താൽ. നിത്യവും കണ്ട കീനാവുകളെല്ലാമേ സത്യമെന്നിങ്ങനെ ചൊല്ലാമിപ്പോൾ. മുന്നമേ പോലെ വന്നിന്നു ഞാൻ എന്നൂടെ പൊന്നാര പൈതലെ പൂണ്ടേനല്ലോ. എൻ മൂതുകേറി നിന്നാനകളിപ്പതി നിന്നിനിയാമോ ചൊല്ലുണ്ണിക്കണ്ണ. തിങ്കളെ ചെന്നു പീഡിപ്പതിനായിട്ടിന്നെൻ കഴുത്തേറുക വേണ്ടാതോ ചൊൽ. ഓടി വന്നെന്നൂടെ നന്മടി തന്നിലായി താടി പീഡിച്ചു വാലിക്കേണ്ടാതോ. പ്രേമം പൊഴിഞ്ഞു നിന്നിങ്ങനെയായുള്ളോരോമന വാർത്തകളോതിയോതി പിന്നെയും പിന്നെയും പൂണ്ടു നിന്നിടിനാൻ നന്ദനൻ തന്നെയൻ നന്ദനപ്പോൾ. ആലാപനം ശാന്തകുമാരി. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് എടുത്ത ഏതാനും വരികളാണ്. കാട്ടുതീയിൽപ്പെട്ട കുടുംബം. അരണ്യം തന്നിൽ പിടിപെട്ടിതു വന്യദേവൻ കരഞ്ഞു തുടങ്ങിനാൾ ജരിത താനുമപ്പോൾ. നിർഘൃണനായ പിതാവിവറ്റെയുപേക്ഷിച്ചാൻ ദുഃഖിക്കുമാറായി ഞാൻ പൈതങ്ങളിവരോടും. പറക്കപ്പോകാതെയും വന്നിതു ബാലന്മാർക്കു നിരക്കെ പിടിപ്പെട്ടു വനത്തിലഗ്നി താനും. ഞാനിനി വറ്റെ എന്തോർത്തതൻ തമ്പൂരാനെ കാനനത്തിങ്കലഗ്നി പിടിച്ചു നാലുപാടും.
ഇങ്ങനെ കരയുമ്പോൾ പൈതങ്ങൾ ഉര ചെയ്താർ. എങ്ങാനും പൊയ്ക്കൊള്ളമ്മേ, നീ കൂടെ മരിക്കേണ്ട. ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടാം. എങ്ങനെയുണ്ടാകുന്നു നീ കൂടെ മരിക്കിലോ. ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മുടിക്കേണ്ട. മംഗലം വന്നു കൂടും പിന്നെയുമെന്നേ വരൂ. എന്നതു കേട്ടു പറഞ്ഞിടിനാൾ ജരീതയും, എന്നുടെ പൈതങ്ങളെ നിങ്ങളുമൊന്നു വേണം. ഇക്കണ്ട മരത്തിൻ കീഴുണ്ടെലി മടയതിൽ പൂക്കുകൊള്ളുവിൻ നിങ്ങൾ, എന്നാൽ ഞാനൊന്നു ചെയ്വൻ. പൂഴി കൊണ്ടതിൻ മുഖം മൂടിവയ്ക്കയും ചെയ്യാമൊഴിതൻ താഴെത്തിയും തട്ടുകയില്ലയല്ലോ. കീഴെ പോയി കിടന്നുകൊണ്ടിടുവിൻ, തീയാറിയാൽ പൂഴിയും നീക്കിക്കൊണ്ടു പോന്നുകൊള്ളുവനല്ലോ. പൈതങ്ങളതു കേട്ടു മാതാവോടുര ചെയ്താർ. പൈതാഹമോടുമേവുന്നെലിയുണ്ടതിലമ്മേ. പറപ്പാൻ ചിറകില്ല, നടപ്പാനില്ല കാലും, ഇറച്ചി കണ്ടാലെലി പിടിച്ചു തിന്നുമല്ലോ. ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം, വെന്തു ചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും. എന്നതു കേട്ട നേരം വന്നൊരു ശോകത്തോടെ തന്നെ പൈതങ്ങളെ നോക്കിയും കരഞ്ഞിട്ടും, പിന്നെ താൻ പറക്കയും മറിഞ്ഞു നോക്കുകയും എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയാളവൾ. ആലാപനം ശാന്തകുമാരി. പൂന്താനം രചിച്ച ജ്ഞാനപ്പാനയിലെ വരികളാണ് അടുത്തത്. പണത്തിനു പിന്നാലെ. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിലാശ്ചര്യമെന്നതും, ആശയായുള്ള പാശമതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിലാശ്ചര്യമെന്നതും, ആശയായുള്ള പാശമതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ അല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തിടും നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ അല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തിടും നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. ആലാപനം വിദ്യ അനൂപ്.
കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളലിൽ നിന്നും എടുത്ത വരികളാണ് അടുത്തത്. കാലനില്ലാത്ത കാലം. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതീനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരുമിപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പനവർക്കുണ്ട്. കഞ്ഞിക്കു വകയില്ല വീടുകളിലൊരിടത്തും, കുഞ്ഞുങ്ങൾ 8-10 പറയരി കൊണ്ടുപോരാ. 10-100 പറ വച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ടങ്ങത്രമാത്രം 2 വറ്റു വിളമ്പുമ്പോളെത്തുമെല്ലാം. 10 കോടി ജനമുണ്ടു പല്ലുപോയിട്ടൊരു വീട്ടിൽ, കൊത്തിവച്ച പാവ പോലെ തിങ്ങി വിങ്ങിക്കിടക്കുന്നു. കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്കങ്ങെണ്ണമില്ലി, വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം. കണ്ണു കാണാത്തവർ പിന്നെ, കാതു കേൾക്കാത്തവർ പിന്നെ, കിണ്ണനേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട്. അസ്ഥിയല്ലാതൊരു വസ്തു ശരീരത്തിലവർക്കില്ല, ദുസ്ഥിതിക്കും കുറവില്ല, ദുർനിലയ്ക്കും കുറവില്ല. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകുന്നതുമില്ല, പത്തനങ്ങൾക്കിടം പോരാഞ്ഞെത്ര ദുഃഖം മനുഷ്യർക്ക്. ആലാപനം വിദ്യാ അനൂപ്. മഹാകവി വള്ളത്തോൾ രചിച്ച കിളിക്കൊഞ്ചലിൽ നിന്നുമെടുത്ത വരികൾ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സീതയുടെ കുട്ടിക്കാലത്ത് ഒരു ദിവസം വിശാലമായ ആകാശത്തിൽ കൂടി 2 പക്ഷികൾ പാട്ടും പാടി പറന്നുപോകുന്നത് അവൾ കണ്ടു. മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ആ പക്ഷികളെ കയ്യിൽ കെട്ടാൻ ആ രാജകുമാരിക്ക് കൊതിയായി. ആശ പുറത്തു വന്നതേയുള്ളൂ. പരിചാരികമാർ പക്ഷികളെ എങ്ങനെയോ പിടികൂടി സീതയുടെ അടുക്കൽ കൊണ്ടുവന്നു. ആ ബാലിക ആ ഓമനകളെ മാറത്തു ചേർത്തു പിടിച്ചു കവിളിലണച്ചുമ്മ വച്ചു. കോമള കരങ്ങൾ കൊണ്ട് മെല്ലെ മെല്ലെ തലോടി. എന്നിട്ട് അവയ്ക്ക് സ്വാദു തികഞ്ഞ ഭക്ഷണം കൊടുക്കാനുള്ള ഒരുക്കമാണ്. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലീത, തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലീത, തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. പ്രീതിയാലീവക സ്വാഗത കൊഞ്ചലോടാതിഥ്യം പെൺകീടാവാരംഭിക്കേ. പ്രീതിയാലീവക സ്വാഗത കൊഞ്ചലോടാതിഥ്യം പെൺകീടാവാരംഭിക്കേ. വീതിയുള്ളാകാശം ചുറ്റുമജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. വീതിയുള്ളാകാശം ചുറ്റുമജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ.
ആലാപനം വിദ്യ അനൂപ്. ശ്രീ വെണ്ണിക്കുളം രചിച്ച കദളീവനത്തിൽ നിന്നും എടുത്ത വരികളാണ് അടുത്തത്. മതിയായിരുന്നു. പൂങ്കാവനപ്പൂച്ചെടിയിങ്കലി ഞാൻ പൂവായി പിറന്നാൽ മതിയായിരുന്നു. സുവർണ സൗന്ദര്യമിയെന്നൊരെൻ്റെ സുഗന്ധമാർക്കും സുഖമേകിയേനെ. പൂങ്കാവനപ്പൂച്ചെടിയിങ്കലി ഞാൻ പൂവായി പിറന്നാൽ മതിയായിരുന്നു. സുവർണ സൗന്ദര്യമിയെന്നൊരെൻ്റെ സുഗന്ധമാർക്കും സുഖമേകിയേനെ. കാർവർണ്ണമുക്കും കളകണ്ഠമൊന്നായി കാലം കഴിച്ചാൽ മതിയായിരുന്നു. വസന്ത സൗഭാഗ്യവിലാസിയാമെൻ സംഗീതമാർക്കാർക്കു സുഖം വളർത്താ. കാർവർണ്ണമുക്കും കളകണ്ഠമൊന്നായി കാലം കഴിച്ചാൽ മതിയായിരുന്നു. വസന്ത സൗഭാഗ്യവിലാസിയാമെൻ സംഗീതമാർക്കാർക്കു സുഖം വളർത്താ. മനോഹരാകാരവിശേഷമാളും മയൂരമാകാഞ്ഞതു ഭാഗ്യദോഷം. അതായിരുന്നെങ്കിലനന്തമോദം പക്ഷം വിരിച്ചുത്സവമാടിയേനെ. മനോഹരാകാരവിശേഷമാളും മയൂരമാകാഞ്ഞതു ഭാഗ്യദോഷം. അതായിരുന്നെങ്കിലനന്തമോദം പക്ഷം വിരിച്ചുത്സവമാടിയേനെ. പ്രശാന്തലാവണ്യമിയെന്ന ഭൂവിൽ വനാന്തലക്ഷ്മിക്കുടയോരു മാറിൽ കുതൂഹലത്തോടൊരു കുട്ടിമാനായി കൂത്താടിയാലും മതിയായിരുന്നു. പ്രശാന്തലാവണ്യമിയെന്ന ഭൂവിൽ വനാന്തലക്ഷ്മിക്കുടയോരു മാറിൽ കുതൂഹലത്തോടൊരു കുട്ടിമാനായി കൂത്താടിയാലും മതിയായിരുന്നു. ആലാപനം വിദ്യ അനൂപ്. മഹാകവി ഉള്ളൂരിൻ്റെ തപ്തഹൃദയത്തിൽ നിന്നും എടുത്ത വരികളാണ് അടുത്തത്. പൂമ്പാറ്റയോട്. ചിത്രപതംഗമേ നിന്നെ കണ്ടെൻ ചിത്തം തുടിച്ചുയരുന്നു. വാർമഴവില്ലിൻ്റെ സത്താൽ തന്നെ നാൻമുഖൻ നിന്മേൽ ചമച്ചു. ചിത്രപതംഗമേ നിന്നെ കണ്ടെൻ ചിത്തം തുടിച്ചുയരുന്നു. വാർമഴവില്ലിൻ്റെ സത്താൽ തന്നെ നാൻമുഖൻ നിന്മേൽ ചമച്ചു. ആനന്ദത്തിൻ്റെ രസത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു. ആനന്ദത്തിൻ്റെ രസത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു. എൻ മണിക്കുട്ടനു വാഴാനൊരു നന്മലർത്തോട്ടവും നൽകി. ചെന്തളിർ ചൂടും ചെടികൾ പൂവാം പൊൻതളികയ്ക്കകം നീളേ. എൻ മണിക്കുട്ടനു വാഴാനൊരു നന്മലർത്തോട്ടവും നൽകി. ചെന്തളിർ ചൂടും ചെടികൾ പൂവാം പൊൻതളികയ്ക്കകം നീളേ. തേനമൃതും ചുമന്നെങ്ങും നിൽപ്പൂ ചേണിൽ നിൻ പൈതാഹ മാറ്റാൻ. തേനമൃതും ചുമന്നെങ്ങും നിൽപ്പൂ ചേണിൽ നിൻ പൈതാഹ മാറ്റാൻ. ഇമ്മട്ടിലമ്മമാർ നിന്നെ കനിഞ്ഞുമ്മ വച്ചൂട്ടാനിരിക്കേ.
മറ്റെന്തു വേണം നിനക്കീ മഞ്ഞിൽ, മുറ്റും നിൻ ഭാഗ്യമേ ഭാഗ്യം. ഇമ്മട്ടിലമ്മമാർ നിന്നെ കനിഞ്ഞുമ്മ വച്ചൂട്ടാനിരിക്കെ, മറ്റെന്തു വേണം നിനക്കീ മഞ്ഞിൽ, മുറ്റും നിൻ ഭാഗ്യമേ ഭാഗ്യം. ആലാപനം വിദ്യ അനൂപ്. ശ്രീ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യകയിൽ നിന്നും എടുത്ത വരികൾ. നാടൻ വീട്. മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങുമിളം കവുങ്ങും നിറഞ്ഞ ഹോ സസ്യലതാഢ്യമായ വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു, വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു. കടിഞ്ഞിൽ കാച്ചിടിന കൈപ്പവള്ളി കിടന്നിടും വേലികളാൽ മറഞ്ഞും, നേത്രാഭിരാമം ഗൃഹമൂലമേഞ്ഞും വൃക്ഷച്ഛദച്ഛായയിൽ നിന്നിടുന്നു, വൃക്ഷച്ഛദച്ഛായയിൽ നിന്നിടുന്നു. നോക്കുന്നിടത്തൊക്കെയുമുണ്ടു കായ്കൾ, മൂത്തും പഴുത്തും കദളി കദംബം. അതിന്നടുക്കി ചെറുതായ വീടു കണ്ണിന്നനായാസ സുഖം തരുന്നു, കണ്ണിന്നനായാസ സുഖം തരുന്നു. പാൽപാത്രവും കൊണ്ടു പുറത്തു പറ്റി ഷാഠ്യം പിടിക്കുന്ന കിടാവു തന്നെ ഇടയ്ക്കു ശാസിച്ചു ഗൃഹേഷിയോരോ പശുക്കളെ പേർത്തു കറന്നിടുന്നു, പശുക്കളെ പേർത്തു കറന്നിടുന്നു. തോട്ടത്തിലിപ്പോൾ ഗൃഹസാർവഭൗമനധാതു സസ്യങ്ങളെ അങ്ങുമിങ്ങും ഗംഭീരമായൊരു വിലോകനത്താൽ സംഭാവനം ചെയ്തു നടന്നിടുന്നു, സംഭാവനം ചെയ്തു നടന്നിടുന്നു. ആലാപനം വിദ്യ അനൂപ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇളം ചുണ്ടുകളിൽ നിന്നുമെടുത്ത വരികളാണ് അടുത്തത്. തൈമാവ്. വിത്തിനകത്തൊളിച്ചീ ഞാൻ വിരിമാറത്തുറങ്ങവേ, എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നെ രക്ഷിച്ചിതാർദ്രയായി. വെയിലാലെന്നെനിക്കേകി വേണ്ട ചൂടു ദിവാകരൻ കാലക്കേടേതുമേലാതെ കഴിഞ്ഞു ചില നാളുകൾ. വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം. പൂഴിപ്പുതപ്പുടൻ മാറ്റി പുറപ്പെടുക സോദരാ, വെളിക്കു കാത്തു നിൽക്കുന്നു വെളിച്ചമെഴുന്നേൽക്കുക. നവരത്നങ്ങളാൽ തീർത്ത നല്ല കാവടി പോലതാ വാനിൽ കാർവില്ലു കാണുന്നു, വരൂ വൈകരുതൽപ്പവും. തണുത്ത ചുണ്ടാൽ ചുംബിക്കെത്താണു നീർത്തുള്ളി എൻ്റെ മേൽ. ഉണർന്നു തലപൊക്കി ഞാൻ ഉത്സാഹത്തോടു കൂടവേ, തളിരാലമ്മതാൻ തുന്നിത്തന്ന ചെമ്പൊന്നുടുപ്പുമായി പുറപ്പെട്ടോരെന്നെ നോക്കി പുഞ്ചിരിക്കൊണ്ടു കുട്ടികൾ. തടവി കൊച്ചു കാറ്റെന്നെത്താവും സ്നേഹമുദിക്കയാൽ
പാരിടം കണ്ടു ഞാൻ നാലുപാടുമെത്ര മനോഹരം. മനം കവരുമീ മട്ടിൽ മഞ്ഞുതീർത്താരു നൽകിയോ, എനിക്കതിലിടം തന്നതേതു കാരുണ്യപൂരമോ. മനം കവരുമീ മട്ടിൽ മഞ്ഞുതീർത്താരു നൽകിയോ, എനിക്കതിലിടം തന്നതേതു കാരുണ്യപൂരമോ. ആലാപനം വിദ്യാ അനൂപ്.